ഏവരെയും ഒരു പുതിയ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. LDC പരീക്ഷ, LP UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി വളരെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ വീഡിയോ ആണ്. ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ മോഹൻദാസ് പരപ്പനങ്ങാടി. നമുക്ക് ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. 3:3 എത്ര മടങ്ങാണ് 3:5? 3:3 എത്ര മടങ്ങാണ് 3:5? നമുക്കറിയാം, ഒരു സംഖ്യയുടെ എത്ര മടങ്ങാണ് എന്ന് ചോദിച്ചാൽ 3:3 എത്ര മടങ്ങ് എന്ന് പറഞ്ഞാൽ 3:3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3:5 കിട്ടുക എന്നാണ് ചോദ്യം, അല്ലെ? 3:3 എത്ര മടങ്ങാണ് 3:5 എന്ന് ചോദിച്ചാൽ 3:3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3:5 കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഈ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയോ? 3:5 3:3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ വരുന്ന സംഖ്യ x ആണെങ്കിൽ ആ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3:5 3:3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 3:5/3:3 എന്ന് പറഞ്ഞാൽ 3:5 - 3 ആണ്. നമ്മൾ കൃത്യംഗ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? കൃത്യംഗ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ പഠിച്ചിട്ടുള്ളത് നോക്കുക. a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറഞ്ഞാൽ അതെന്താണ്? a⁻m - n തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3:5 ഹരിക്കണം 3:3 എന്താണ്? 3:5 - 3 ആണ്. അതെന്തിന് തുല്യമാണ്? 3:2 തുല്യമാണ്, അല്ലെ? 5 - 3 2 ആണല്ലോ. 3:2 3² എന്ന് പറയാം. അത്രയാണ് ആൻസർ. 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. എന്ന് പറഞ്ഞാൽ 3:3 9 മടങ്ങാണെന്ത്? 3:5. ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യതാണ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ട്, അല്ലെ? ഇവിടെ ഏത് സംഖ്യയാണ് വരിക എന്നാണ് ചോദ്യം. നമ്മൾ പരിശോധിക്കാം. ഇവിടെ 25 17 6 ആണ്. 38 18 8 ആണ്. 89 16 ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ഇതൊരു സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു തുടർച്ച, അല്ലെങ്കിൽ ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഈ സംഖ്യക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം ഇവ തമ്മിലും ഉണ്ടാവും. ആ ബന്ധം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യ കണ്ടുപിടിക്കാം. എന്താണ് ബന്ധം? നമ്മൾ പരിശോധിച്ച് നോക്കുക. നമ്മൾ 25ഉം 17ഉം തമ്മിൽ ഒന്ന് കൂട്ടി നോക്കുകയാണ്. 25 നമ്മൾ 17 കൊണ്ട് ഒന്ന് കൂട്ടി നോക്കുക. എത്ര? 25 + 17. 25 17 കൊണ്ട് കൂട്ടിയാൽ 42 ആണ്. 42. അപ്പൊ 25ന്റെയും 17ന്റെയും തുകയെ 42 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 6 കൊണ്ട് ഹരിക്കുന്നു. ഉത്തരം എത്ര കിട്ടും നോക്കുക? 7, അല്ലെ? 7 6 42. അപ്പം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി ഈ സംഖ്യ കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ എന്ത് കിട്ടി? 7 കിട്ടി. ഇവിടെ നമ്മൾ നോക്കുക. 38നെയും 18നെയും നമ്മൾ കൂട്ടി നോക്കുക. 38 നമ്മൾ 18 കൊണ്ട് കൂട്ടി നോക്കുന്നു. എത്രയാണ് 38ഉം 18ഉം കൂട്ടിയാൽ? 30 ഉണ്ട് ഇവിടെ 10 40 ഉണ്ട്, അല്ലെ? 8 8 എത്രയുണ്ട്? 16 ഉണ്ട്. 56 എന്നാണ് കിട്ടുന്നത്. 56. എത്രയാണ്? 8 അല്ലേ ഇവിടെ? അപ്പൊ നമ്മൾ 8 കൊണ്ട് ഹരിച്ചു നോക്കും. തുകയെ 8 കൊണ്ട് ഹരിച്ചു നോക്കും, അല്ലെ? ഈ രണ്ട് സംഖ്യകളുടെ തുകയെ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 കൊണ്ട് ഹരിച്ചു നോക്കും. എത്ര കിട്ടുക? 56 8 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകുമല്ലോ, അല്ലെ? 7 56. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളിലും മുകളിലുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി താഴെയുള്ള സംഖ്യ ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടിയെങ്കിൽ തീർച്ചയായും ഇവിടെ എന്തായിരിക്കണം? ഇതേ കണ്ടീഷൻ സാധ്യമാവണം. അപ്പൊ 89ഉം 16ഉം തമ്മിൽ കൂട്ടുന്നു. 89നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 കൊണ്ട് കൂട്ടുന്നു. എത്ര? 89ഉം 16ഉം 89ഉം 16ഉം 89 ഉണ്ട് ഇവിടെ 10 109 6, അല്ലെ? എത്ര കിട്ടുക? 89 10 99 6 105 ആണ് കിട്ടുക. 105. ഇവിടെ നമുക്ക് 7 ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇവിടെയും 7 ആണ്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് 7 കിട്ടണം. ഉത്തരമായിട്ട് 7 കിട്ടണം. 7 ഉത്തരമായിട്ട് കിട്ടണമെങ്കിൽ 105നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 7 കിട്ടുക എന്നാണ്.
105നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടും? നമുക്കറിയാം 105നെ നമ്മൾ ഹരിച്ചു പോകും 7 കൊണ്ട്. 105നെ 7 കൊണ്ട് നമ്മൾ ഹരിച്ചു പോകും അല്ലെ? ഒരു 5 5, സോറി ഒരു 7, ശിഷ്ടം 3, 35 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. 5 7 35. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. എന്ന് പറഞ്ഞാൽ 89ന്റെയും 16ന്റെയും തുകയെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ വരേണ്ടത് 15 ആണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 15. സെറ്റ് അല്ലേ? നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ABCD ഒരു സമയദൂരമാണ്. എന്താണ്? ABCD എന്താണ്? ഒരു സമയദൂരമാണ്. AD AB എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണെന്ത്? യഥാക്രമം PQ എന്നിവ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ത്രികോണം ഈ സമയദൂരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദ്യം. നോക്കൂ, ABCD എന്താണ്? ഒരു സമയദൂരമാണ്. P എന്താണ്? P എന്നത് ADയുടെ മധ്യബിന്ദുവാണ്. Q എന്താണ്? ABയുടെയും മധ്യബിന്ദുവാണ്. ഇവിടെ ഒരു ത്രികോണം നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഷെയ്ഡ് ചെയ്ത ത്രികോണം വരച്ചിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്ത ത്രികോണം ഈ സമയദൂരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം സമയദൂരത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം സമയദൂരത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നോക്കൂ, നമ്മൾ ഈ സമയദൂരത്തെ 2 ആക്കി മുറിക്കുന്നു. ഈ സമയദൂരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ആയിട്ട് മുറിക്കുന്നു. ഇത്രയും ഭാഗം കിട്ടിയല്ലോ അല്ലെ? ഇതൊരു ഭാഗം കിട്ടി, ഇതൊരു ഭാഗം കിട്ടി. അതായത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ഇതും തന്നെയാണ് ഒരു ചതുരമാണ്. ഈ കാണുന്ന ചതുരം എന്ന് പറഞ്ഞത് എന്താണ്? ഈ മൊത്തം സമയദൂരത്തിന്റെ 1/2 ഭാഗമാണ്. സംശയമില്ലല്ലോ? നമ്മള് ഈ സമയദൂരത്തെ 2 ആക്കി മുറിക്കുന്നു. അങ്ങനെ 2 ആക്കി മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗം എന്താണ്? ഈ മൊത്തം സമയദൂരത്തിന്റെ 1/2 ഭാഗമാണല്ലോ അല്ലെ? ഈ ചതുരത്തിൽ എന്താണ് ഈ QC എന്ന വര? ഈ QC എന്ന വര ഈ ചതുരത്തിന്റെ ഒരു വികർണമാണ്, ഒരു ഡയഗണലാണ്. നമുക്കറിയാം ഏതൊരു ചതുരത്തിനും എന്ത് വരച്ചാൽ, ഒരു വികർണം വരച്ചാൽ അതെന്ത് ചെയ്യും? 2 തുല്യ ഭാഗമായിട്ട് വായിക്കും. അപ്പൊ 1/2 ഭാഗമാണ് എന്ത്? ഈ ചതുരമെങ്കിൽ അതിന്റെ പകുതിയായ ഈ ഭാഗം എത്രയായിരിക്കും? 1/4 ഭാഗമായിരിക്കും. എന്തിന്റെ? ഈ സമതലത്തിന്റെ 1/4 ഭാഗമാണ് എന്ത്? ഈ കാണുന്ന ഭാഗം. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കൂ, ഒരു വര വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു വര വരച്ചാൽ, ഇങ്ങനെ വരയ്ക്കുന്ന വര ഈ വലിയ സമതലത്തെ 2 ഭാഗമായിട്ട് ഭാഗിക്കുന്നു അല്ലെ? 2 ഭാഗമായിട്ട് ഭാഗിക്കുന്നു, 2 ചതുരങ്ങളായിട്ട് ഭാഗിക്കുന്നു. ആ ചതുരത്തിന്റെ ഈ കാണുന്ന PDC, ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക അല്ലെ? ഈ ചതുരത്തിന്റെ വികരണമാണെന്ത്? PC. അങ്ങനെയാണെങ്കിൽ ഈ 2 തുല്യമായിരിക്കുമല്ലോ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 1/4 ഭാഗമാണെങ്കിൽ ഇത് എന്തായിരിക്കും? 1/4 ഭാഗം. അപ്പം ഈ ഷെയ്ഡ് ചെയ്താത്ത ഭാഗം 1/4 ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം തന്നെയാണ് 1/4. ഇനി ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്താത്ത ഭാഗം ഉണ്ടല്ലോ, ഇത് എത്രയാ നോക്കുക. നമ്മൾ ഈ മൊത്തം സമയദൂരത്തെ 2 ലംബ വരകൾ വരച്ചപ്പോൾ 1, 2, 3, 4 സമയദൂരങ്ങളായിട്ട് മാറി. നമ്മൾ ഒരു വര ഇങ്ങനെ വരച്ചു, ഒരു 2 കുത്തനെയുള്ള വരകൾ, 2 ലംബ വരകൾ വരച്ചപ്പോൾ ഈ സമയദൂരത്തെ നമുക്ക് എന്ത് ചെയ്തു? 1, 2, 3, 4 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ സമയദൂരവും എത്ര ഭാഗമായിരിക്കും? 1/4 ഭാഗമായിരിക്കും അല്ലെ? ഇവിടെ കാണുന്ന ഈ സമയദൂരത്തിന്റെ വീണ്ടും ഒരു വികരണം വരച്ചപ്പോൾ ഈ സമയദൂരത്തിന്റെ പകുതി, അതായത് എത്ര ഭാഗമായിരിക്കും? 1/8 ഭാഗമായിരിക്കും. അപ്പോൾ ഇവിടെ 1/4 ഭാഗം, ഇവിടെയും 1/4 ഭാഗം, ഇവിടെ എത്രയാണ്? 1/8. നോക്കൂ, ആദ്യം 1/4 പ്ലസ് 1/4 പ്ലസ് 1/8 അല്ലെ? ആകെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 1/4 പ്ലസ് 1/4 പ്ലസ് 1/8. ഇതെങ്ങനെ നമ്മൾ കൂട്ടി നോക്കും? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കൂട്ടിയെടുക്കാം. ഈ 1/4 നമ്മൾ എന്ത് ചെയ്യാറോ? 2/8 എന്ന് എഴുതാം. ശരിയല്ലേ? 4ൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 8ൽ 2 ആണ്. ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നോക്കൂ, ഈ 4ൽ 1 ഇല്ലേ? അത് നമുക്ക് എന്ത് എഴുതാം? 8ൽ 2 എന്ന് എഴുതാം. ഇവിടെ എന്തുണ്ട്? 8ൽ 1 ഉണ്ട്. അപ്പൊ 8ൽ 2 പ്ലസ് 8ൽ 2 പ്ലസ് 8ൽ 1 എത്ര കിട്ടി നോക്കൂ?
എല്ലാം ഒരേ ഛേദമാണല്ലോ. ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതേ ഛേദം എഴുതി വെച്ച് അംശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടിയാൽ മതി. 2 2 4 1 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5/8 കിട്ടിയത്. ഇതെന്താണ്? ഇത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ്. സമയദൂരത്തിന്റെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണെന്ന് 5/8. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 5/8 ആണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തായിരിക്കും? ഈ ഷെയ്ഡ് ത്രികോണം എന്തായിരിക്കും? ബാക്കിയുള്ള ഭാഗം അല്ലേ, അത് 3/8 ആയിരിക്കും. ആകെ 8/8 അല്ലേ? ആകെ 8/8 അതിൽ നിന്ന് 5/8 മൈനസ് ചെയ്യുമ്പോൾ 5/8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/8 എന്ന് കിട്ടും. അതാണ് എന്ത്? ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ ഭാഗം. ഷെയ്ഡ് ചെയ്ത ത്രികോണം മൊത്തം സമയത്തിന്റെ എന്താണ്? 3/8 ഭാഗമാണ്. മനസ്സിലാക്കാണല്ലോ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം പരിശോധിക്കാം. എന്താ ചോദ്യം നോക്കൂ. വശങ്ങളുടെ നീളങ്ങൾ പൂർണ്ണസംഖ്യകളായി വരുന്ന രണ്ട് സമചതുരങ്ങൾ ചേർന്ന ഒരു രൂപമാണെന്ന് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിന്റെ ആകെ പരപ്പളവ് എത്രയാണ്? 58 ചതുരശ്ര മീറ്റർ ആണ്. ഈ വലിയ സ്ക്വയറിന്റെയും ഈ ചെറിയ സ്ക്വയറിന്റെയും കൂടി ആകെ പരപ്പളവാണെന്ന് 58. ആകെ ഏരിയ, വിസ്തീർണം. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ്. എന്തായിരിക്കും ഈ രൂപത്തിന്റെ ചുറ്റളവ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ വശങ്ങളുടെ നീളങ്ങൾ എന്താണ് പറഞ്ഞു നോക്കൂ. പൂർണ്ണസംഖ്യകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാല് വശങ്ങളുടെ നീളങ്ങൾ 1 2 3 4 5 എന്നുള്ള സംഖ്യകളായിരിക്കും. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? വശത്തിന്റെ വർഗമാണ്. വശം സ്ക്വയർ ആണെന്ത്? ഒരു സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ ഈ സമചതുരത്തിന്റെ വശങ്ങള് പൂർണ്ണ സംഖ്യകളാണെങ്കിൽ, ഇപ്പൊ 1 ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പരപ്പളവ്? 1 തന്നെയായിരിക്കും. 2 വശമെങ്കിലോ 2ന്റെ വർഗമായ 4 ആയിരിക്കും അതിന്റെ പരപ്പളവ്. 3 വശമെങ്കിൽ 9 ആയിരിക്കും. 4 വശമെങ്കിൽ 16 ആയിരിക്കും. 5 വശമെങ്കിലോ 25. 6 വശമെങ്കിൽ 36. 7 വശമെങ്കിൽ 49. 8 വശമെങ്കിൽ 64. ഇങ്ങനെ പോകും അല്ലെ, ഇങ്ങനെ പോകും. അതായത് ഈ വശങ്ങൾ പൂർണ്ണസംഖ്യകളായതുകൊണ്ട് തന്നെ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും അറിയോ? പൂർണ്ണവർഗ സംഖ്യകളായിരിക്കും. എന്തായിരിക്കും? പൂർണ്ണവർഗസംഖ്യകൾ, കൃത്യമായിട്ട് വർഗമൂലമുള്ള, അതായത് 1 4 9 16 25 36 49 64 89 ഇങ്ങനെ സംഖ്യകളായിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടിന്റെയും കൂടെ പരപ്പളവ് എത്രയാണ്? 58 ഈ വലിയ സമചതുരത്തിന്റെയും ഈ ചെറിയ സമചതുരത്തിന്റെയും കൂടെ പരപ്പളവ് എത്രയാണ്? 58 അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറോ? ഈ സംഖ്യകളിൽ ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലാണ് 58 കിട്ടുക എന്ന് പരിശോധിക്കാം. ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏത് രണ്ടെണ്ണം കൂട്ടിയാലാണ് 58 കിട്ടുക? വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 58 കിട്ടണമെങ്കിൽ ഈ രണ്ട് സംഖ്യകളിൽ 9ഉം 49ഉം തമ്മിൽ കൂട്ടണം അല്ലെ. 9ഉം 49ഉം തമ്മിൽ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 58 കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വലിയ സ്ക്വയറിന്റെ പരപ്പളവ് 49ഉം ഈ ചെറിയ സ്ക്വയറിന്റെ പരപ്പളവ് എന്തായിരിക്കും? 9ഉം ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് അല്ലെ. എങ്കിൽ മാത്രമേ എന്തുള്ളൂ? 49ഉം 9ഉം 58 കിട്ടുള്ളൂ. അപ്പൊ ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് 49 ആണെങ്കിൽ അതിന്റെ വശം എന്തായിരിക്കണം? അതിന്റെ വശം 7 ആയിരിക്കണം. കാരണം 7 ഗുണിക്കണം 7 ആണെന്ത്? 49 അല്ലെ. ഇവിടെ 7 ആയിരിക്കണം. വശങ്ങളൊക്കെ എന്തായിരിക്കണം? 7 ആയിരിക്കണം. ഇനി ഈ ചെറിയ സ്ക്വയറിന്റെ പരപ്പളവ് എത്രയാണ്? 9 ആണെങ്കിൽ എത്രയൊക്കെ അതിന്റെ വശം? അതിന്റെ വശം എന്തായിരിക്കണം? 3 ആയിരിക്കണം അല്ലെ. വശം എന്തായിരിക്കണം? 3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ രൂപത്തിന് ചുറ്റളവ് നോക്കുക. ഈ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 7 ഉണ്ട് അല്ലെ. ഇവിടെ 7 ഇവിടെ വരെ 7 ഉണ്ട്. മൂന്നാമത്തെ 7 ഉണ്ട്. നാലാമത്തെ 7. 4 7 കൂട്ടി അല്ലെ. 4 ഗുണിക്കണം 7 എത്ര? 4 ഗുണിക്കണം 7 28. ഈ 28 ആണെന്ത്? ഇത്രയും ഈ വലിയ സ്ക്വയറിന്റെ ചുറ്റളവ്. ഇനി നമുക്ക് ഇവിടെ നോക്കൂ. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട് അല്ലെ. ഇത് കൂട്ടണോ? ഈ ഭാഗം നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ? ഈ ഭാഗം നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് അല്ലെ. ഇവിടെ യഥാർത്ഥത്തില് തുറന്നു കിടക്കല്ലേ. ഇവിടെ നമ്മൾ കൂട്ടിയത് കൊണ്ട്, ഈ ഭാഗം നമ്മൾ കൂട്ടിയത് കൊണ്ട് ഇനി ഈ ഭാഗം കൂട്ടേണ്ടതില്ല. 3 3 മാത്രം കൂട്ടിയാൽ മതി. 2 3 അല്ലെ. 2 3 എത്രയാണ്? 2 3 6
അപ്പൊ 28ഉം 6ഉം തമ്മിൽ കൂടി എത്രയാണ്? 34 തന്നിരിക്കുന്ന രൂപത്തിന്റെ ചുറ്റളവ്. ഓക്കെ, ഏതാണ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം. 34 മീറ്റർ ആയിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന രൂപത്തിന്റെ ചുറ്റളവ്. ഓക്കെ ആണല്ലോ. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ഇന്നത്തെ അവസാന ചോദ്യമാണ്. എന്താ പറഞ്ഞ നോക്കൂ. സന്ദീപ് കമ്പിവേലി കെട്ടാൻ വേണ്ടി തോമസിനെ ഏർപ്പാടാക്കി. ഉച്ചയായപ്പോൾ 1/3 ഭാഗം കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ബാക്കിയുള്ളതിന്റെ പകുതി ഭാഗവും തീർത്തു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. സന്ദീപ് കമ്പിവേലി കെട്ടാൻ ആരെ ഏർപ്പാടെത്തി? തോമസിനെ ഏർപ്പാടാക്കിയ, അല്ലെ? ഇതാണ് നമ്മൾ കമ്പിവേലിയുടെ ആകെ നീളമെന്ന് നമ്മൾ കരുതുക. ഇവിടെ ഉച്ച ആയപ്പോഴേക്ക് എത്ര ഭാഗം തീർന്നു? 1/3 ഭാഗം തീർന്നു, അല്ലെ? ആകെയുള്ള ഈ കമ്പിവേലിയുടെ 1/3 ഭാഗം ഉച്ച ആയപ്പോഴേ തീർന്നു. 1/3 ഭാഗം ഉച്ച ആയപ്പോഴേ തീർന്നു. ബാക്കി എത്ര ഉണ്ടായിരിക്കും? ബാക്കി 2/3 ഭാഗം കൂടി ബാക്കിയുണ്ടാവും, അല്ലെ? ഉച്ച ആയപ്പോഴേക്ക് 1/3 ഭാഗം തീർന്നു എങ്കിൽ ഇനി ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 2/3 ഭാഗം ഇനി ബാക്കി കിടക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ബാക്കിയുള്ളതിന്റെ പകുതി തീർന്നു എന്നാണ്. ഇതാണ് ബാക്കിയുള്ളത്, അല്ലെ? ഈ ബാക്കിയുള്ളതിന്റെ പകുതി 2/3 പകുതി ഭാഗം തീർന്നു. എത്രയാണ് 2/3 പകുതി? ഒരു ഭിന്നസംഖ്യയുടെ പകുതി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്തങ്ങളായ രീതിയാണ്. ഒന്ന് അംശം പകുതിയാക്കുക, അല്ലെങ്കിലോ ഛേദം ഇരട്ടിയാക്കുക. ഓർക്കുക, ഒരു ഭിന്നസംഖ്യയുടെ പകുതി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ അംശത്തെ പകുതിയാക്കുക, അല്ലെങ്കിലോ ഛേദത്തെ ഇരട്ടിയാക്കുക. ഈ 2/3 പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അംശത്തെ പകുതിയാക്കുക. എത്രയാണത്? 1/3 ഭാഗമാണ്. 1/3 ഭാഗം. അപ്പൊ ആദ്യം 1/3 ഭാഗം തീർന്നു, പിന്നെ 2/3 ഭാഗം ബാക്കിയുണ്ട്. ആ 2/3 ഭാഗത്തിന്റെ 1/3 ഭാഗം വീണ്ടും തീർത്തപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി 1/3 ഭാഗം ഉണ്ടാവും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുള്ളത്? 1/3 ഭാഗം കൂടെ ബാക്കി ഉണ്ടാവും. മനസ്സിലായല്ലോ? ആകെ ഉള്ളതിന്റെ 1/3 ഭാഗം ഉച്ചയായപ്പോൾ തീർത്തു. ബാക്കി എത്രയുണ്ട്? ബാക്കി 2/3 ഭാഗമുണ്ട്, അല്ലെ? ആ 2/3 ഭാഗത്തിന്റെ പകുതി 1/3 ഭാഗം വൈകുന്നേരമായി തീർത്തു. പിന്നെ എത്ര ബാക്കിയുണ്ട്? ബാക്കി 1/3 ഭാഗം കൂടി ബാക്കിയുണ്ടായി. ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്ന കരുതിയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, സ്റ്റേ വിത്ത് മീ. താങ്ക് യു വെരി മച്ച്.